Hello everyone, welcome to today's session. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് BGC 112 എന്ന് പറയുന്ന ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഏർലി 20th സെഞ്ചുറിയിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ്. സോ വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ആ പേപ്പർ. ഓക്കെ, ബ്ലോക്ക് 1 യൂണിറ്റ് 1 മോഡേണിസം. സോ മോഡേണിസം, പോസ്റ്റ് മോഡേണിസം, പോസ്റ്റ് മോഡേണിസം അല്ലെങ്കിൽ മെറ്റാ മോഡേണിസം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ 3 ടേംസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ടേം ആണ് മോഡേണിസം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നതിന് മുന്നേ ഈ 3 മോഡേണിസംസും എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് മോഡേണിസം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ 20th സെഞ്ചുറിയിലെ ആദ്യത്തെ 30 ഇയേഴ്സിലെ റൈറ്റിംഗ്സിന് നമ്മൾ മോഡേണിസം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പ്ലേസ് ചെയ്യും. ദാറ്റ് ഇസ് ദ റൈറ്റിംഗ്സ് ഓഫ് ദി ഫസ്റ്റ് 30 ഇയേഴ്സ് ഓഫ് ദി 20th സെഞ്ചുറി മോഡേണിസത്തിൽ പെടുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് 30 ഇയേഴ്സ് ഓഫ് ദി 20th സെഞ്ചുറിയിൽ പെടുന്നതാണ് മോഡേണിസം. ഓക്കെ, അപ്പൊ ഇനി എന്താണ് ഈ പോസ്റ്റ് മോഡേണിസം? പോസ്റ്റ് മോഡേണിസം മീൻസ് ലിറ്ററേച്ചർ ഓഫ് ദി സെക്കൻഡ് ഹാഫ് starting at the end of the Second World War and extending well into the 90s. അപ്പൊ നമുക്ക് ആ ഒരു മിഡ് ഓഫ് ദി 20th സെഞ്ചുറി തൊട്ട് ആ ഒരു 90s വരെയുള്ള സമയം നമുക്ക് പോസ്റ്റ് മോഡേണിസം പറയാം. അപ്പൊ 1930s വരെയുള്ളതാണെങ്കിൽ നമുക്ക് മോഡേണിസം, അതിനുശേഷം തൊട്ട് ഒരു 90s വരെ ആണെങ്കിൽ നമുക്ക് പോസ്റ്റ് മോഡേണിസം, ആൻഡ് ലാസ്റ്റ് 30 ഇയേഴ്സ് തൊട്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് ടൈം വരെ വരികയാണെങ്കിൽ അത് പോസ്റ്റ് മോഡേണിസം അല്ലെങ്കിൽ മെറ്റാമോഡേണിസം. ഓക്കെ, ഐ ഹോപ്പ് ദീസ് 3 ആർ ക്ലിയർ ഫോർ യു. നെക്സ്റ്റ്, സോ ശരിക്കും എന്താണ് ഈ മോഡേണിസം? മോഡേണിസം എന്ന് പറഞ്ഞാല് നമ്മൾ ആ 20th സെഞ്ചുറി ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ 2 വേൾഡ് വാറും കാര്യങ്ങളും എല്ലാം ഫേസ് ചെയ്ത ഒരു സമയമാണ്. അപ്പൊ നമ്മുടെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു നോർമൽ ലൈഫ് പോലെയല്ല, ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് പണ്ടത്തെ ഉള്ള ആ ട്രഡീഷണൽ നോംസ് എല്ലാം ഒരു ബ്രേക്ക് അവേ ഫ്രം ദി പാസ്റ്റ് ആണ്. അപ്പം നമ്മൾ ട്രഡീഷണൽ നമുക്കുള്ള ഒരു പാസ്റ്റ് ഉണ്ടാകും, ആ പാസ്റ്റിൽ നമുക്കൊരു ബ്രേക്കിംഗ് അവേ ഫ്രം ദി പാസ്റ്റ് ആണ്. ആൻഡ് ഓൾസോ ഈ ഒരു സമയത്ത് ഒരുപാട് നമ്മൾ ഈ പാസ്റ്റിൽ നിന്ന് ഒരു ബ്രേക്കിംഗ് അവേ ഉണ്ട്, അതേ സമയം തന്നെ നമ്മൾ പുതുതായിട്ടുള്ള ഇന്നോവേറ്റീവ് വേസ് ഓഫ് എക്സ്പെരിമെന്റേഷൻസും പുതിയ പുതിയ ഫോംസും കാര്യങ്ങളും എല്ലാം അതിന്റെ ഒരു സൈമൾട്ടേനിയസ് സെർച്ചും ഉണ്ട്. സോ വൺസ് വി ആർ ഹാവിംഗ് ഒരു ബ്രേക്ക് ഫ്രം ദി പാസ്റ്റും ഉണ്ട്, അതോടൊപ്പം തന്നെ എന്താണ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ ഫോംസ് നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ആ 2 കാര്യങ്ങൾ നമ്മളുടെ മൈൻഡിൽ കീപ്പ് ചെയ്യണം. ഓക്കെ, സോ വാട്ട് ഈസ് മോഡേണിസം? മോഡേണിസം റെപ്രസെന്റഡ് ആ ബ്രേക്ക് എന്തിൽ നിന്നും? ഫ്രം ദി ട്രഡീഷണൽ പാസ്റ്റിൽ നിന്നും വി ആർ ഹാവിംഗ് എ ബ്രേക്ക്. ആൻഡ് പിന്നെന്താണുള്ളത്? ഒരു സൈമൾട്ടേനിയസ് സെർച്ച് ഉണ്ട്. എന്തിന്റെ? ഓഫ് ന്യൂ ഫോംസ്, നമ്മളുടെ ന്യൂ വേസ് ഓഫ് എക്സ്പ്രഷന്റെ ഒരു സെർച്ചും കൂടി ഉണ്ട്. സോ ബ്രേക്കിംഗ് അവേ ഫ്രം ദി പാസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ സെർച്ച് ഫോർ ന്യൂ ഫോംസ് ഓഫ് എക്സ്പ്രഷനും ഉണ്ട്. സോ മോഡേണിസം ഇൻ ദി 20th സെഞ്ചുറി ഇൻഡിക്കേറ്റ്സ് a period of experimentation ആണ്. സോ ഒരു പീരീഡ് ഓഫ് ഇന്നോവേഷൻ, a period of experimentation, a period from the breaking away from the past, അല്ലേ? In all forms of artistic and aesthetic expression, literature, arts, architecture, sculpture, in performing arts like music, dance, drama. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ട്രഡീഷണൽ നിന്നും ഒരു ബ്രേക്കിംഗ് അവേയും ഉണ്ട്, അതുപോലെ തന്നെ ന്യൂ വേസ് ഓഫ് എക്സ്പെരിമെന്റേഷനും ന്യൂ ഫോംസ് ഓഫ് സെർച്ചും ഉണ്ട്. എവിടെയൊക്കെയുണ്ട്? നമുക്ക് ആർട്ടിലുണ്ട്, ലിറ്ററേച്ചറിലുണ്ട്, മ്യൂസിക്കിലുണ്ട്, ഡാൻസിലുണ്ട്, ഡ്രാമയിലുണ്ട്, സ്കൾപ്ചറിലുണ്ട്. അങ്ങനെ എല്ലാവിധ ഫോംസിലും നമുക്ക് ഒരു പീരീഡ് ഓഫ് എക്സ്പെരിമെന്റേഷൻ കാണാൻ പറ്റും. എപ്പോൾ? നമ്മുടെ മോഡേണിസം. സോ വി ആർ ഹാവിംഗ് ഒരു ഫോം ഓഫ് അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് എക്സ്പെരിമെന്റേഷൻ അല്ലെങ്കിൽ സെർച്ച് ഫോർ ന്യൂ ഫോംസ് ഓഫ് എക്സ്പ്രഷൻ. Modernism in literature is notably seen in the writings of the years following after the First World War. അപ്പൊ നമ്മുടെ വിക്ടോറിയൻ ഏജ് എൻഡ് തൊട്ട് ആണ് നമ്മുടെ മോഡേണിസം ശരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, കാരണം നമ്മുടെ ആ ഒരു ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമാണ് പുതിയൊരു ഫോം ഓഫ് ഇന്നോവേഷൻസ് കാര്യങ്ങളും എല്ലാം നമ്മൾ ലിറ്ററേച്ചറിനകത്തും ആർട്ടിലും ഡാൻസിലും മ്യൂസിക്കിലും എല്ലാത്തിലും വരുന്നത്. ഓക്കെ, the Victorian age in England, especially the second half of the 19th century, saw rapid growth of എന്തൊക്കെയാണ്? Industrialization and also remarkable advances in science and the social sciences. അപ്പൊ നമുക്കറിയാൻ പറ്റും ആ ഒരു വിക്ടോറിയൻ സമയത്ത് നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷൻ, നമ്മുടെ ഇൻഡസ്ട്രിയും ഏറ്റവും അധികം ഡെവലപ്പ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു നമ്മളുടെ ആ ഒരു വിക്ടോറിയൻ ടൈം. നമ്മുടെ 19th സെഞ്ചുറി ടൈം ഫ്രെയിം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷനും എല്ലാം ഏറ്റവും അധികം ഡെവലപ്പ് ആകുന്നതും നല്ല രീതിയിൽ ഇംപ്രൂവ്ഡ് ആയിട്ട് പോകുന്ന ഒരു
സമയമാണ് നമ്മുടെ ആ ഒരു 19th സെഞ്ചുറി വിക്ടോറിയൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇൻഡസ്ട്രീസിൽ മാത്രമല്ല, ബോത്ത് ഇൻ നമ്മുടെ സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, വെറും സയൻസും എല്ലാത്തിലും വി ആർ ഹാവിങ് ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റും അഡ്വാൻസ്മെന്റും എല്ലാം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇതിന്റെ എല്ലാം റിസൾട്ട് ആയിട്ട് നമുക്ക് പുതിയ പുതിയ തിയറീസുകൾ വരാൻ തുടങ്ങി, പുതിയ പുതിയ ഫിലോസോഫിക്കൽ ഐഡിയാസും എല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരു സമയം കൂടിയാണ് ആ 19th സെഞ്ചുറി വിക്ടോറിയൻ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, so modernists felt a growing alienation from the Victorian morality and society based on hierarchical principles of gender and class, its optimism and conversion. So, അപ്പൊ മോഡേണിസ്റ്റിന് നമുക്ക് മുന്നേ ഉള്ള ആ ഒരു ട്രഡീഷണൽ പാസ്റ്റ് നിന്നും ആ റൂൾസും സ്ട്രക്ചറിൽ നിന്നും എല്ലാം ഒരു ചേഞ്ച് വന്നിട്ട് നമുക്ക് പുതിയ ഒരു കൈൻഡ് ഓഫ് ഒരു രീതിയിലാണ് നമ്മുടെ 20th സെഞ്ചുറിയിൽ ആൾക്കാർ ബിലീവ് ചെയ്തതും അവർ ജീവിച്ചതും എല്ലാം തന്നെ. സോ പണ്ടുള്ള കുറെ ഹൈരാർക്കി, റൂൾസ്, സ്ട്രക്ചർ എല്ലാത്തിൽ നിന്നും മാറി കംപ്ലീറ്റ് ഒരു ഏലിനേഷൻ ആണ്. കാരണം പണ്ട് നമുക്കൊരു മൊറാലിറ്റി ഉള്ള സംഭവങ്ങളെല്ലാം മാറി, പിന്നെ നമുക്കൊരു ഹോപ്പും പ്രതീക്ഷയും എല്ലാം ഡൾ ആയിട്ടുള്ള ഒരു സമയമാണ് നമ്മുടെ 20th സെഞ്ചുറി എന്ന് പറയുന്നത്. സോ മോഡേണിസ്റ്റ് ഫെൽറ്റ് എ ഗ്രോയിങ് ഏലിനേഷൻ ഫ്രം എവിടെ നിന്നാണ്? ഫ്രം ദി Victorian morality and a society based on hierarchical principles of gender and class, its optimism and conventions. Next, what is modernism? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു ട്രഡീഷണൽ നിന്നും നമുക്കൊരു ബ്രേക്കിംഗ് അവേ ഫ്രം ദി പാസ്റ്റ് ആണെന്ന് പറയും. നമ്മൾ പുതിയ പുതിയ ഒരു ഫോംസ് ഓഫ് എക്സ്പെരിമെന്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് നമ്മളുടെ മോഡേണിസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്നോവേഷനും എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മോഡേണിസത്തിന്റെ ഒരു ബേസിക് ഫീച്ചേഴ്സ് ആണ്. സോ ന്യൂ ഐഡിയാസ് ഇൻ സൈക്കോളജി, ഫിലോസഫി ആൻഡ് പൊളിറ്റിക്കൽ തിയറി kindled a search for new modes of expression. So there was a radical shift. എന്തിലൊക്കെയാണ്? ഇൻ ഫോമിലും കണ്ടന്റിലും നമുക്ക് പുതുതായിട്ടൊരു ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ട്. സോ ഒരു ഫോമിലും കണ്ടന്റിലും there was a change was visible. അപ്പോൾ എങ്ങനെ? ഇറ്റ് വാസ് ഇന്നോവേറ്റീവ്, ഇറ്റ് വാസ് എക്സ്പെരിമെന്റൽ. സോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളതും എക്സ്പെരിമെന്റുള്ള കുറെ ചേഞ്ചസ് നമുക്ക് ലിറ്ററേച്ചറിനകത്ത് വളരെയധികം വിസിബിൾ ആയിരുന്നു. സോ ഫോമിലാണെങ്കിലും കണ്ടന്റിലാണെങ്കിലും എല്ലാത്തിലും ചേഞ്ചസ് വന്നുകൊണ്ടേയിരുന്നു. ഓക്കെ, and the first 3 decades of the 20th century, നമ്മുടെ 1930s വരെയുള്ള ടൈം പീരീഡ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? നമ്മളുടെ ഒരു മോഡേൺ പീരീഡ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ മോഡേണിസത്തിൽ ആ ഒരു പീരീഡ് നമുക്ക് കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിരുന്നു. പിന്നെ എന്താണ്? എക്സ്പെരിമെന്റ്. സോ നമ്മുടെ ഫോമിലും കോണ്ടന്റിലും എല്ലാം തന്നെയും there was experimentation, there was innovation. So always remember these two words. Okay, experimentation ഉണ്ടായിരുന്നു and innovation ഉണ്ടായിരുന്നു, and the ഫോമിലും കോണ്ടന്റിലും എല്ലാം നമുക്ക് ഈ പറയുന്ന എക്സ്പെരിമെന്റേഷനും ഇന്നോവേഷനും എല്ലാം തന്നെയും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ 20th സെഞ്ചുറിയിൽ റൈസ് ഓഫ് എ ന്യൂ മൂവ്മെന്റ് ഇൻ ആർട്സ് വാസ് സീൻ. അപ്പം ആ 20th സെഞ്ചുറിയിൽ വന്ന ആ ഒരു മാറ്റങ്ങൾ നമ്മൾ ലിറ്ററേച്ചറിനകത്തും തിയേറ്ററിനകത്തും പെയിന്റിങ്ങിലും ഡ്രാമയിലും മ്യൂസിക്കിലും ഡാൻസിലും അങ്ങനെ എല്ലാ ഫോംസിലും നമുക്ക് ഈ പറയുന്ന 20th സെഞ്ചുറി ആ ഒരു സമയത്ത് ഇൻഫ്ലുവൻസ് വളരെ വിസിബിൾ ആയിട്ട് ഈ പറയുന്ന എല്ലാ ഫോംസിലും നമുക്ക് വിസിബിൾ ആയിരുന്നു. സോ അതുപോലെ തന്നെ 20th സെഞ്ചുറിയിൽ there was also philosophical movement. നമ്മുടെ തിങ്കിങ്ങിനകത്ത് ഒരുപാട് ചേഞ്ചസ് വന്നു, നമ്മൾ എങ്ങനെ എക്സ്പ്രഷനകത്ത് എല്ലാം ഒരുപാട് ചേഞ്ചസ് വന്ന ടൈം കൂടിയായിരുന്നു നമ്മളുടെ 20th സെഞ്ചുറി എന്ന് പറയുന്നത്. സോ was also a philosophical movement affected a change in the Western society, a new way of thinking, living, expressing and engaging in the cultural and artistic pursuits. The rise of modernism and postmodernism. The രണ്ട് ഫാക്ടേഴ്സ് നമുക്ക് ഓർമ്മ വേണം. ഓക്കെ, എന്തൊക്കെയാണ്? നമ്പർ 1 is ഇൻഡസ്ട്രി, നമ്പർ 2 is വേൾഡ് വാർ. Okay, but the two significant factors that gave rise to the new movements, modernism and postmodernism എന്ന് പറയുന്നത് number 1 is industrial society, number 2 എന്താണ്? വേൾഡ് വാർസ്. പുതുതായിട്ടുള്ള ഒരു ന്യൂ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്, ആ ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, ഒരുപാട് സിറ്റീസും കാര്യങ്ങളൊക്കെ ഗ്രോ ചെയ്തു. രണ്ടാമത് നമ്മുടെ വേൾഡ് വാർ. ആ രണ്ട് വേൾഡ് വാർസും നമ്മളുടെ ആ ഒരു സെഞ്ചുറിയുടെ ആ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി അപ്സൈഡ് ഡൗൺ ആക്കി കംപ്ലീറ്റ്ലി ഒരു ഷാറ്റേർഡ് അവസ്ഥയിലേക്കാണ് അത് കൊണ്ടെത്തിച്ചത്. സോ ദാറ്റ് ടു ഹൊറിഫിക് വേൾഡ് വാർസ് എന്ത് ചെയ്തു? resulted in great destruction and also extensive loss of life. എല്ലാ രീതിയിലും ഈ പറയുന്ന വേൾഡ് വാർ നമ്മുടെ ആ ലൈഫിന്റെ കംപ്ലീറ്റ് അവസ്ഥയെ നശിപ്പിച്ച്
തകിടം മറിച്ചൊരു കാര്യമാണ് നമ്മളുടെ വേൾഡ് വാർ എന്ന് പറയുന്നത്. സോ ദീസ് ടു ഫാക്ടേഴ്സ് ആണ് നമ്മളുടെ ആ ഒരു മോഡേണിസവും അതുപോലെ തന്നെ പോസ്റ്റ് മോഡേണിസം എല്ലാം എമേർജ് ചെയ്യാനുള്ള റീസൺ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസും പിന്നെ എന്താണ് വേൾഡ് വാർസും. അങ്ങനെ ഈ വേൾഡ് വാറും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ നടക്കുന്നു. അപ്പം ദൈവം ഉണ്ടോ എന്നൊരു ചോദ്യം ആൾക്കാർക്ക് വരാൻ. കാരണം ശരിക്കും ദൈവം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വേൾഡ് വാർ നടക്കുമായിരുന്നോ? ആൾക്കാരിങ്ങനെ മരിച്ചു വീഴുമായിരുന്നോ? നമ്മുടെ ലൈഫൊക്കെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുമായിരുന്നു എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി. ദർ വാസ് എ ഗോഡ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഈ ഒരു ലോകം ഇങ്ങനെ മാറി തീരുമായിരുന്നു, നമുക്ക് ഇത്രയും ജീവൻ പൊലിയുമായിരുന്നു. സോ ദേ വർ ഹാവിംഗ് ഡൗട്ട് ഇൻ ദ ഫെയ്ത്ത് ഓഫ് ഗോഡ്. ശരിക്കും ഗോഡ് എന്ന് പറയുന്ന ഒരു സുപ്രീം ഒരു പവർ ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലേ? അപ്പം അങ്ങനെ വിശ്വസിച്ച ആൾക്കാർക്ക് പോലും ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങി ബിക്കോസ് ഓഫ് ദി വേൾഡ് വർ. കാരണം അവർ കാണുന്ന ഒരു ലൈഫ് എന്ന് പറയുന്നത് ദൈവം ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ബിക്കോസ് അവരുടെ കംപ്ലീറ്റ് ടോർമെന്റഡ്, കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ്, ഡീവാസ്റ്റേറ്റഡ് അവസ്ഥയാണ് അവർ അവരുടെ മുന്നിൽ കാണുന്നത്. സോ മാൻസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ചേഞ്ച് ചെയ്ത് എങ്ങനെ? ഫ്രം faith to non-faith to agnosticism. Okay, so 20th century severe jolt it gave to the traditional belief God is in heaven, all is right with the world. ദൈവം എല്ലായിടത്തും God is heaven, എല്ലാം ദൈവത്തിന് കയ്യിൽ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു വിശ്വാസം തകിടം മറിഞ്ഞു. എങ്ങനെ? which led to the skepticism about the presence and the existence of God. But on a positive note, this gave rise to the utopian vision of human life and society, a belief in human progress and a moving forward without waiting for divine grace. ഒരു രീതിയിൽ ഇങ്ങനെ അമിതമായിട്ടുള്ള ദൈവവിശ്വാസം വേണ്ട എന്നൊരു കോൺസെപ്റ്റിൽ ഇതൊരു പോസിറ്റീവ് കാര്യമാണ്. ബട്ട് എങ്കിൽ പോലും ഇത്രയും ലൈഫ് കംപ്ലീറ്റ്ലി തകിടം മറിഞ്ഞ് നിൽക്കുമ്പോൾ nobody will believe in the faith of God, അല്ലേ? സോ skepticism about the existence and the belief of God എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ് നമ്മുടെ മോഡേണിസ്റ്റ് സൊസൈറ്റിയിൽ. നെക്സ്റ്റ്, characteristics of modernism. So modernism began as an anti-tradition movement. അതായത് മുന്നേ ഉണ്ടായിരുന്ന ഒരു കൈൻഡ് ഓഫ് സ്ട്രക്ചറിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫോമിലാണ് നമുക്കിതുള്ളത്. സോ എഗെയിൻസ്റ്റ്, എങ്ങനെ എഗെയിൻസ്റ്റ്? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആർട്ടും ലിറ്ററേച്ചറും എല്ലാം നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫോമിലാണ് 20th സെഞ്ചുറിയിലെ വർക്ക്സും കാര്യങ്ങളും എല്ലാം വന്നത്. സോ ഫസ്റ്റ് പോയിന്റ് എന്താണ്? Modernism began as an anti-tradition movement. It was against the existing forms of art, literature, philosophy, culture, and society. And it impacted other activities of daily life such as architecture, fashion, modes of transport, and connectivity. And modernism represented a clash between the old and the new. പഴയതാണോ പുതിയ, ഓൾഡ് ആണോ ന്യൂ ആണോ എന്നുള്ള ഒരു ക്ലാഷും വന്നു. സോ നമ്മളുടെ മോഡേണിസം എന്ത് ചെയ്തു? ട്രഡീഷണൽ ഫോംസിന് എല്ലാം റിജക്ട് ചെയ്തു. കാരണം എന്താണ്? എല്ലാം ഔട്ട്ഡേറ്റഡ് ആൻഡ് ഇറിലവന്റ് ആയതുകൊണ്ട് മോഡേണിസ്റ്റ് എന്ത് ചെയ്തു? ട്രഡീഷണൽ ആയിട്ടുള്ള ഫോംസുകളെ എല്ലാം പിന്നെ കംപ്ലീറ്റ്ലി റിജക്റ്റഡ് ദി ട്രഡീഷണൽ ഫോം, സേയിങ് ദാറ്റ് ദേ ആർ ഇറിലവന്റ്, saying that they are outdated എന്നുള്ളത് കൊണ്ട് അവർ കംപ്ലീറ്റ് ആയിട്ട് ആ ഫോംസിനെ എല്ലാം അവർ റിജക്ട് ചെയ്തു. Why? In order for fitting in the present ഡേയിൽ അത് ഫിറ്റ് ഇൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുന്നേ ഉള്ള ട്രഡീഷണൽ ഫോംസിന് എഗൻസ്റ്റ് ആയിട്ട് പോകണം. സോ ഇറ്റ് റിജക്റ്റഡ് ഓൾ ഫോംസ് ഓഫ് ട്രഡീഷണൽ ആസ് ഇറിലവന്റ് ആൻഡ് outdated to fit in with the new economic, social and political environment of a modern, competitive, industrialized world. Okay. The 20th century saw the beginnings of aesthetic modernism in literary and visual arts. In painting, between 1890 and 1910, there came different art movements. So നമ്മുടെ പെയിന്റിങ്ങിലും ഒരുപാട് പുതുതായിട്ടുള്ള ആർട്ട് മൂവ്മെന്റ്സുകൾ വന്നു തുടങ്ങി. ഏതൊക്കെയാണ്? ഡാഡായിസം, സർറിയലിസം, ക്യൂബിസം, കൺസ്ട്രക്റ്റിവിസം, മിനിമലിസം, വോർട്ടിസം, ഫ്യൂച്ചറിസം ആൻഡ് ഫോമിസം. സോ ഇതെല്ലാം ഒരു പുതിയ ഫോമിലേക്ക് വരികയും ഒരു റിയലിസ്റ്റിക് പെയിന്റിങ്ങിനെ അബാൻഡൻ ചെയ്തു. സോ there was a rejection or the realistic പെയിന്റിനകത്ത് ആ ഒരു റിയലിസ്റ്റിക് മീൻസ് നമ്മുടെ റിയലിസ്റ്റിക് പെയിന്റിങ് അവർ അബാൻഡൻ ചെയ്തു. ബിക്കോസ് നമുക്ക് റിയാലിറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ they abandoned the representation of reality in painting because the reality was very shocking in front of them. Next, in music എടുക്കുകയാണെങ്കിൽ
Melody and harmony were given up in favor of tonalism and indeterminacy. A musical piece can be performed not in any one fixed way but substantially different ways. അപ്പൊ നമുക്കൊരു പാട്ടിന്റെ ഒരു മ്യൂസിക്കൽ പീസ് ഉണ്ടെങ്കിൽ ഒരു രീതിയിൽ മാത്രമല്ല പല രീതിയിൽ നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഇത് മോഡേണിസം കൊണ്ടുവന്നു. സോ വിച്ച് മീൻസ് ദാറ്റ് നമുക്ക് പഴയുള്ള ട്രഡീഷണൽ കൺവെൻഷണൽ എല്ലാത്തിൽ നിന്നും ഒരു ബ്രേക്കിംഗ് ഡൗൺ ഉണ്ടായിട്ട് പുതുതായിട്ട് നമുക്കൊരു ഇന്നോവേഷൻസും എക്സ്പെരിമെന്റേഷൻസും ഒരു ഫ്രീഡവും നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങി. സോ ഇൻട്രൊഡക്ഷൻ ഓഫ് കംപ്ലീറ്റ് ഫ്രീഡം in all aesthetic dimensions including melody, rhythm, harmony and tone. നെക്സ്റ്റ് ഇനി ആർക്കിടെക്ചറിൽ വരുമ്പോഴത്തേക്ക് എന്താണ് വന്ന മാറ്റങ്ങൾ? ന്യൂ ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്? ജോമെട്രിക്കൽ ഫോംസിനാണ് ട്രെൻഡ് വന്നത്. അത് നമുക്ക് പണ്ടത്തെ ഉള്ള ഒരു ഓർണമെന്റൽ സ്റ്റൈൽ എല്ലാം മാറ്റിയിട്ട് പകരം എന്ത് വന്നു? ജോമെട്രിക്കൽ ഫോംസിനാണ് കുറച്ചും കൂടി അവിടെ ഒരു ട്രെൻഡ് വന്നത്. സോ ആ ജോമെട്രിക്കൽ സ്പേസസ് അല്ലെങ്കിൽ ഫോംസ് മീൻസ് ഒരു ഓപ്പൺ സ്പേസസ് ഒക്കെ വന്നു, കൺസ്ട്രക്ഷൻ സ്റ്റൈൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആർക്കിടെക്ചറിനകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ. സോ അതിന്റെ എംഫസിസ് എന്ന് വെച്ചാൽ ഫംഗ്ഷനും മിനിമലിസ്റ്റിനുമാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതല്ലാണ്ട് ഓർണമെന്റേഷനോ ഡെക്കറേഷനോ ഒരു പ്രാധാന്യവും കൊടുത്തില്ല. ബേസ്ഡ് ഫംഗ്ഷൻ ആണ് പ്രാധാന്യം, വളരെ മിനിമലിസ്റ്റ് ആയിട്ട് ചെയ്യുക. അതല്ലാണ്ട് ഒരു ആഡംബരോ കാര്യങ്ങളോ ഒന്നിനും അവര് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. സോ in architecture, new trend എന്ന് പറയുന്നത് എന്തിനായിരുന്നു? For geometric forms instead of the earlier ornamental styles. It included open spaces, use of new and innovative technologies of construction, particularly the use of glass, steel and reinforced concrete. So emphasis was on functionalism and minimalism. Rejection of എന്താണ്? Ornament. Clear? അടുത്തത് ഈ ലിറ്ററേച്ചറിനകത്ത് വന്ന മാറ്റം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇന്നോവേഷനും എക്സ്പെരിമെന്റേഷനും എല്ലാം ഇവിടെ വരാൻ തുടങ്ങിയല്ലേ. സോ ഇൻ ട്രഡീഷണൽ റിയലിസം, ക്ലോസ്ഡ് എൻഡിങ്സ്, ക്രോണോളജിക്കൽ പ്ലോട്ട്സ്, കൺസെക്യൂട്ടീവ് നറേറ്റീവ്സ് എല്ലാം മാറ്റി നിർത്തി. നമുക്ക് ഇനി ഒരു പ്രോപ്പർ സ്ട്രക്ചർഡ് രീതികളൊന്നും വേണ്ട. പകരം എന്താ കുറച്ചും കൂടി നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ട് എക്സ്പെരിമെന്റൽ ആയിട്ട് എല്ലാം ചെയ്യാൻ തുടങ്ങി. സോ കുറെ സിമ്പിൾസുകൾ യൂസ് ചെയ്തു, അബ്സർഡിറ്റി ഉണ്ടായിരുന്നു, ഫോർമലിസം, ഇൻഡിവിജ്വലിസം ആൻഡ് ഓപ്പൺ എൻഡിങ്. സോ മോഡേണിസം ഹാർബർഡ് നൊസ്റ്റാൾജിയ and deep regret for all those lost fragments from an earlier age. നമുക്ക് ഏറ്റവും ഉള്ള എക്സാമ്പിൾ ആണ് ടി.എസ്. എലിയറ്റിന്റെ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത്. സോ മോഡേണിസം വന്നപ്പോഴത്തേക്ക് നമുക്ക് പണ്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ദുഃഖങ്ങളും റിഗ്രറ്റും എല്ലാം വരുന്ന ഒരു സമയം കൂടിയാണ് നമ്മളുടെ മോഡേണിസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ദ പോയറ്റ്. ഇപ്പൊ നമ്മള് വേസാൻഡിനെ പറ്റിയാണ് പഠിക്കുന്നത്. കാരണം നമ്മുടെ വേസാൻഡ് എന്ന് പറയുന്നത് 20th സെഞ്ചുറി ലിറ്ററേച്ചറിന്റെ ഏറ്റവും ഒരു എക്സ്പോണൻഷ്യൽ വർക്ക് ആണ് വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത്. സോ ഒരു വേസ്റ്റ് ഒരു ലൈൻ ആണ്, ദീസ് ഫ്രാഗ്മെന്റ്സ് ഐ ഹാവ് ഷൂഡ് അഗൈൻസ്റ്റ് മൈ ruin. അപ്പൊ ആ ഒരു ലൈനിന്റെ അർത്ഥം എന്താണ്? നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നമ്മൾ ദുഃഖിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ നൊസ്റ്റാൾജി എന്തിനെ കുറിച്ച്? ഓഫ് ദോസ് തിങ്സ് വിച്ച് വി ഹാസ് ബീൻ ലോസ്റ്റ്. നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ദുഃഖിക്കുന്നത്, അതിന് റിഗ്രറ്റുമാണ് മെയിൻ ആയിട്ട് ആ ഒരു പോയത്തിൽ പറയുന്നത്. പിന്നെന്താണ്? എലിയറ്റ് വാസ് ഇഫക്റ്റഡ് ബൈ ബോത്ത് ഇമോഷണൽ പ്ലസ് സ്പിരിച്വൽ സ്റ്റെറിലിറ്റി, കോസ് ആൻഡ് കോൺസിക്വൻസ്. അപ്പൊ നമ്മൾ ആ ഒരു ഫസ്റ്റ് വേൾഡ് വാർ കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞ് മനുഷ്യന്റെ വികാരങ്ങളൊക്കെ ഇങ്ങനെ മരവിച്ച ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ആ ഒരു വേസൻ എന്ന് പറയുന്ന പോയം ശരിക്കും ആ ഇംഗ്ലണ്ടിൽ ആ ഒരു അവസ്ഥയെയാണ് അവർ പിക്ചറൈസ് ചെയ്തിട്ടുള്ളത്. സോ ദ പോയം മിറേർഡ് ദി മെന്റൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ഹെറിഡിറ്റി ഓഫ് ദ ടൈം. ദ പാരലിസിസ് ഓഫ് നമ്മുടെ മൈൻഡും ഇമോഷൻസും എല്ലാം പാരലൈസ്ഡ്. കാരണം നമ്മൾ ആ ഒരു വാറിന്റെ ഷോക്കും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് നമുക്ക് ഒരിക്കലും ആ പഴയ പോലെ ഇമോഷൻസ് കാര്യങ്ങളും ഒന്നും നമുക്ക് വരാൻ തുടങ്ങിയില്ല. സോ ദ ബ്രെയിൻ സീംഡ് പാരലൈസ്ഡ്, മൈൻഡ് സീംഡ് പാരലൈസ്ഡ്, ഇമോഷൻസും ബ്രെയിനും എല്ലാം കംപ്ലീറ്റ്ലി പാരലൈസ്ഡ്, എല്ലാം സ്റ്റെറൈൽ ഒരു അവസ്ഥയിലായിരുന്നു മനുഷ്യൻ ഉണ്ടായിരുന്നതും. അതേ അവസ്ഥ തന്നെയാണ് ടി.എസ്. എലിയറ്റ് വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന പോയത്തിലൂടെയും കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ മോഡേണിസം. നമുക്കറിയാം 1910s to 1930s വരെയുള്ള സമയത്തായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് എസ്പെഷ്യലി നമ്മുടെ മോഡേണിസ്റ്റ് റൈറ്റിംഗ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു മെയിൻ ഫീച്ചേഴ്സ് ആണ് they focused on impressionism and subjectivity. അപ്പൊ നമുക്കറിയാം
പ്രത്യേകിച്ച് റൂൾസോ കൺവെൻഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് അവനവന് തോന്നുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ടും ഓപ്പൺ ആയിട്ടും എഴുതുന്ന ഒരു ശൈലിയായിരുന്നു നമ്മുടെ 20th സെഞ്ചുറി സമയത്ത് ഉണ്ടായിരുന്നത്. സോ സബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ ഒരു കോമൺ ആയിട്ടുള്ള വളരെ ഒരു ഫീച്ചർ കൂടിയായിരുന്നു നമ്മളുടെ മോഡേണിസ്റ്റ് ലിറ്ററേച്ചറിനത്. സോ സബ്ജക്ടിവിറ്റി ഇസ് എ വെരി 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 ഇമ്പോർട്ടന്റ് തീം. രണ്ടാമത് ബ്ലറിംഗ് ഓഫ് ജോൺറസ് ആൻഡ് തേർഡ് ഇസ് fragmented form, discontinuous narrative and mounting of collages for disparate materials. Fourth one is a tendency towards reflexivity, raise issues about the status and their nature. So, നമ്മുടെ മോഡേണിസം സമയം നമുക്കറിയാം ആ ഒരു വാറിന്റെ ടെറിഫിക് ഹോറിഫിക് സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യമായ ഒരു സമയമാണ്. സോ അങ്ങനെ ഒരു മനസ്സിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഒരിക്കലും പ്രോപ്പർ ആവില്ല. അപ്പൊ നമ്മുടെ മൈൻഡ് എല്ലാം ഇങ്ങനെ ബ്രോക്കൺ പീസസ് പോലെ ആയിരിക്കും ഉണ്ടാവുന്നത്. സോ അതേ കണക്ക് തന്നെയാണ് അവിടുത്തെ നറേഷനും കാര്യങ്ങളും എല്ലാം തന്നെ. സോ നമ്മുടെ റൈറ്റിംഗ് ആണെങ്കിലും പറയുന്ന രീതി ആണെങ്കിലും തിങ്കിങ് എല്ലാം വളരെ ബ്രോക്കൺ ആയിരിക്കും, ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും, ഫ്രാഗ്മെന്റഡും ആയിരിക്കും. സോ അതേപോലെ തന്നെയാണ് 20th സെഞ്ചുറിയിൽ റൈറ്റിംഗ്സും വന്നിട്ടുള്ളത്. ആൻഡ് മെയിൻലി സബ്ജക്ടിവിറ്റി ഒരു ഭാഗമായിരുന്നു. ആൻഡ് ഓൾസോ റിഫ്ലെക്സിവിറ്റി. പിന്നെന്താണ് ഇംപ്രഷനിസം, സബ്ജക്ടിവിറ്റി, ബ്ലറിംഗ് ഓഫ് ജോൺറസ്, ഫ്രാഗ്മെന്റഡ് ആണ്, ഡിസ്കണ്ടിന്യൂസ് ആണ്, ഇറ്റ് ഈസ് ഓൾസോ റിഫ്ലെക്സിവിറ്റിയും ഉണ്ട്. ഓക്കെ, സോ റിമെമ്പർ ദീസ് പോയിന്റ്സ്. ഓക്കെ, പോസ്റ്റ് മോഡേണിസം നമ്മൾ ഇത്രയും നേരം 1930s വരെയുള്ള നമ്മുടെ ഒരു ബിഗിനിങ് ഓഫ് ദി 20th സെഞ്ചുറി ടിൽ 1930s വരെ എന്ന് പറയും നമ്മളൊരു മോഡേണിസത്തിന്റെ ഒരു ടൈം ഫ്രെയിം ആണ് അല്ലെ. ഇനി 1930s നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ മോഡേണിസം തീരുകയും വി ഹാവ് ദെൻ ദി ബിഗിനിങ് ഓഫ് നമുക്ക് പോസ്റ്റ് മോഡേണിസം ഉണ്ട്. അപ്പൊ എന്താണ് ഈ പോസ്റ്റ് മോഡേണിസത്തിന്റെ ഒരു ഫീച്ചേഴ്സ്? എക്ലറ്റിക് അപ്രോച്ച് ആണ്. ദാറ്റ് മീൻസ് ഫ്രാഗ്മെന്റഡ് ഫോംസ്. നമുക്ക് അവിടെയും ആ ഒരു വാറിന്റെ ഷോക്ക് അപ്പോഴും ആൾക്കാർക്ക് നിലനിൽക്കുന്നത്. നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ എല്ലാം വരുന്നുണ്ട്. സോ നമ്മളുടെ ആ ഒരു സമയം അത്രത്തോളം ഒരു ബ്രോക്കൺ, ടോർമെന്റഡ്, ഡിസ്ട്രോയിഡ്, ഷാറ്റേർഡ് അവസ്ഥയാണ് അല്ലെ. സോ ആ ഒരു ഫ്രാഗ്മെന്റഡ് ഒരു ഫോംസ് ആണ് റൈറ്റിംഗ്സ് പോകുന്നത്. ആൻഡ് പ്രിഫറൻസ് ഫോർ എലിറ്ററി റൈറ്റിംഗ്, ആബ്സെൻസ് ഓഫ് അമ്മീസ് ഇൻ നറേറ്റർ. പിന്നെന്താണ് celebrates fragmentation as it liberates them or her from the fixed systems of beliefs. അപ്പം എഴുതുന്ന രീതിയും കാര്യങ്ങളും എല്ലാം ഫ്രാഗ്മെന്റഡ് ആണ്, ഡിസ്കണ്ടിന്യൂസ് ആണ്, ബ്രോക്കൺ ആണ്. പക്ഷെ അങ്ങനെ എഴുതുമ്പോഴും അവര് ഒരു നഷ്ടമല്ല പറയുന്നത്, പകരം ദേ ആർ സെലിബ്രേറ്റിംഗ് ആണ്. ആ എഴുതുന്ന ഒരു ഫ്രാഗ്മെന്റഡ് രീതി അവർ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. എങ്ങനെ? കാരണം അവരിപ്പം മുന്നേ ഉള്ള ആ റൂൾസിന്നും ക്ലച്ചസിന്നും എല്ലാം ആ ഒരു ബ്രേക്ക് കൊണ്ട് വരികയാണ്. അവർക്ക് ഒരിക്കലും ആ ഒരു എന്താണ് ക്ലച്ചസും ആ ഒരു ചെയിൻഡ് അവസ്ഥയില്ല. പകരം അവർ ഭയങ്കര ഫ്രീ ആണ്. അവർക്ക് ഇങ്ങനെ എഴുതണം എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് അവർ വളരെ ഫ്രീ ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മൈൻഡിൽ എങ്ങനെയാണോ വരുന്നത് അതേപോലെ എഴുതുന്നു. സോ ആ ഒരു ഫ്ലോ ഓഫ് ഇതുണ്ട്. അപ്പം ആ ഡിസ്കണ്ടിന്യൂസ് നറേറ്റീവ് ആകുമ്പോൾ അവർ ദർ എൻജോയിങ് ദ ഫ്രീഡം ഓഫ് റൈറ്റിംഗ് ഇൻ എ ഫ്രാഗ്മെന്റഡ് മാനർ. കാരണം അവർക്ക് ഇഷ്ടമുള്ളവർക്ക് എഴുതാനുള്ള ഒരു ഫ്രീഡം അവർക്ക് ഇപ്പോൾ ഉണ്ട്. ഓക്കെ, പോസ്റ്റ് മോഡേൺ ക്രിറ്റിസിസം. അപ്പൊ നമ്മളൊരു പോസ്റ്റ് മോഡേൺ സൊസൈറ്റി ആകുമ്പോൾ നമുക്ക് വരുന്നൊരു അവസ്ഥ, ആ രണ്ട് നമ്മളുടെ വേൾഡ് വാർസും ആൾക്കാർ വിറ്റ്നസ് ചെയ്തു. അവരുടെ ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഈ വയനാട്ടിലേക്ക് അവസ്ഥ കണ്ടില്ല. അപ്പം ആ ഒരു അവസ്ഥയിൽ അവിടുത്തെ ആൾക്കാർക്ക് ഒരിക്കലും പെട്ടെന്ന് ഒരു പോസിറ്റീവ് ഒരു മൈൻഡ് സെറ്റ് വരത്തില്ല. അവർ ഭയങ്കര അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെയൊക്കെ നഷ്ടപ്പെട്ടു, അവരുടെ വീട് പോയി, സ്ഥലം പോയി, എല്ലാം പോയി. അവർ മുമ്പിൽ തകർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയല്ലേ അത്. അപ്പൊ നമുക്ക് മുന്നോട്ടൊന്ന് വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് അവർ ആ ഒരു ഇതിന്റെ ഷോക്കിൽ നിൽക്കുമ്പം അവർക്ക് ലൈഫില് ഒരു പ്രതീക്ഷയും ഉണ്ടാവത്തില്ല. ഭയങ്കര ഷോക്ക്ഡ് ആയിരിക്കും അല്ലെ. അപ്പം അതേ കണക്ക് അതിന്റെ ഭയങ്കര ഇരട്ടിയാണ് നമ്മളുടെ വേൾഡ് വാർ. അവർ രണ്ട് വേൾഡ് വാർ വിറ്റ്നസ് ചെയ്ത ആൾക്കാർക്ക് ശരിക്കും ഞങ്ങൾ ഇനി ജീവിച്ചിട്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഞങ്ങളുടെ ലൈഫിന് എന്തെങ്കിലും പേർപ്പസ് ഉണ്ടോ? ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടോ? ഞങ്ങളുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു ചെറിയ ഒരു തരി പോലും എന്തെങ്കിലും ഞങ്ങളുടെ ലൈഫിന് അർത്ഥമുണ്ടോ എന്ന് ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി. കാരണം അവർക്ക് ചുറ്റും ഒരു ലൈഫ് അവർ കാണുന്നില്ല. കാരണം അവർക്ക് പാസ്റ്റ് ഇല്ല, അവർക്ക് പ്രസന്റ് മാത്രമേ ഉള്ളൂ. ഫ്യൂച്ചർ ഉണ്ടോ എന്ന് പോലും അവർക്ക് ഉറപ്പില്ല. അപ്പൊ ഞങ്ങൾ ഇനി ഇങ്ങനെ ജീവിച്ചിട്ട് എന്താണ് കാര്യം? ഈസ് ദർ എനി പേർപ്പസ് ഇൻ ലിവിങ്? ഈസ് ദർ എനി പോയിന്റ് ഇൻ എക്സിസ്റ്റിംഗ്? ഈസ് ദർ എനി ഹോപ്പ്? ഈസ് ദർ എനി പേർപ്പസ് ഫോർ? എല്ലാം ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. സോ അതേ ആ അവസ്ഥ തന്നെ നമ്മൾ ലിറ്ററേച്ചറിനകത്ത് എല്ലാ ഫോംസിലും ഇതേ ഒരു അബ്സേർഡിറ്റി അവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ പോസ്റ്റ് മോഡേൺ തീംസ് ലൈക്ക് അബ്സേർഡിറ്റി,
മീനിങ്ലെസ്നെസ് ഓഫ് എക്സിസ്റ്റൻസ്, ലോസ് ഓഫ് ഹോപ്പ് ഒക്കെ നമുക്ക് ഇതിനകത്ത്, കാരണം നമുക്കിനി വീണ്ടും ലൈഫ് പഴയപടി എടുക്കാം എന്നുള്ളൊരു വിശ്വാസം പോലും ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു. വീണ്ടും നമുക്ക് ലൈഫ് റീസ്റ്റോർ ചെയ്യാം, നമുക്ക് ഒന്നേന്നും പറഞ്ഞ് ജീവിക്കാം എന്നൊരു വിശ്വാസം പോലും ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പം ദർ ഇസ് നോ മീനിങ് ഇൻ ലൈഫ്, ദർ ഇസ് നോ പേർപ്പസ് ഇൻ ലൈഫ്, ദർ ഇസ് നോ പേർപ്പസ് ഓർ മീനിങ് ഇൻ എക്സിസ്റ്റൻസ്. സോ കംപ്ലീറ്റ് എബ്സേർഡിറ്റി എന്നുള്ളൊരു ഫീച്ചർ ഉണ്ട്. അതെല്ലാം നമ്മളുടെ പോസ്റ്റ് മോഡേണിസത്തിന്റെ ഒരു തീമുകളാണ്. ഓക്കെ, and postmodern identities are not seen in a single genre represent literary work but in a mixing of genres. They are using language to show emptiness. അവരുടെ ലൈഫ് ഇപ്പൊ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്, കംപ്ലീറ്റ് എംറ്റി ആണ്. അപ്പൊ അവര് ജീവിച്ചിട്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? കംപ്ലീറ്റ് എംറ്റി ആണ് അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. സോ ആ എംറ്റിനെസ് അവർ കാണിക്കുന്നത് അവർ എഴുതുന്ന ലാംഗ്വേജിലൂടെയാണ് അവർ ആ എംറ്റിനെസ് കാണിക്കുന്നത്. ഓക്കെ, revisiting the past with irony. Next, postmodernism in literature and also in art. So postmodernism അല്ലെങ്കിൽ പറയുന്ന പേര് എന്താണ്? മെറ്റാമോഡേൺ. സോ postmodernism അല്ലെങ്കിൽ മെറ്റാമോഡേണിസം ഇതെന്ന് വെച്ചാൽ ഇറ്റ്സ് എ റിയാക്ഷൻ അഗെയിൻസ്റ്റ് ആൻഡ് ഓൾസോ എ പെർപെച്യുവേഷൻ ഓഫ് ദി മോഡേണിസ്റ്റ് എസ്തെറ്റിക്സ്. അവര് മോഡേണിസ്റ്റ് ബ്യൂട്ടി മെഥഡ്സും എല്ലാം റിജക്റ്റഡ്. ഓക്കെ, പക്ഷെ അവരെന്താണ് ഇൻസിസ്റ്റ് ചെയ്തത്? മിക്സിംഗ് ഓഫ് ദി ബിറ്റ്സ് ആൻഡ് പീസസ്. എവിടുന്ന്? ഫ്രം ദി പാസ്റ്റ്. സോ മിക്സിംഗ് ഓഫ് ദി ബിറ്റ്സ് ആൻഡ് പീസസ് ഫ്രം ദി പാസ്റ്റ് ആണ് പോസ്റ്റ് മോഡേണിസം അല്ലെങ്കിൽ മെറ്റാമോഡേണിസത്തിൽ അവര് ചെയ്തത്. ഓക്കെ, പോസ്റ്റ് മോഡേണിസം ഇൻ ലിറ്ററേച്ചർ ആൻഡ് ആർട്ട്. നമുക്കൊരു വർക്ക് ഉണ്ട് ഇവിടെ, മാർട്ടിയൻ സെൻസ് പോസ്റ്റ് കാർഡ് ഹോം. ദാറ്റ് പോയം വാസ് ഇൻ ദി ഇയർ 1979. ഈ ഒരു പോയം ആക്ച്വലി എക്സ്പ്രസസ് എന്താണ്? ഇംപ്രഷൻസ് ഓഫ് ഹ്യൂമാനിറ്റിനെയാണ് ഇവിടെ ഈ ഒരു പോയത്തോടെ പറയുന്നത്. പക്ഷെ അത് ഭയങ്കര പസിലിംഗ് ആൻഡ് വളരെ സ്ട്രേഞ്ച് രീതിയിലൂടെയാണ് ആ ഒരു ഹ്യൂമാനിറ്റീനെ കുറിച്ച് ഈ ഒരു പോയത്തിൽ പറയുന്നത്. നമ്മൾ ആദ്യമൊക്കെ ഇത് വായിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അർത്ഥവും കാര്യങ്ങളൊന്നും തോന്നില്ല, കാരണം കുറെ ഒരു പസിൽഡ് ഫോമിലാണ് ഈ ഒരു പോയം ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് മോഡേണിസം സൊസൈറ്റിയിലെ മോഡേണിസ്റ്റ് സൊസൈറ്റിയിലെ ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത്. സോ ദ പോയറ്റ് എക്സ്പ്രസസ് ഹിസ് impressions of humanity in terms that seem strange and puzzling at first. ആദ്യം നമുക്കത് ചെയ്യുമ്പോൾ വളരെ സ്ട്രേഞ്ച് ആയിട്ടും വളരെ കൺഫ്യൂസിംഗ് ആയിട്ടും പസിലിംഗ് ആയിട്ടും തോന്നും. ബട്ട് വി നീഡ് ലിറ്റിൽ വർക്കിംഗ് ഔട്ട് ബിഫോർ വൺ റിയലൈസസ് വാട്ട് ദ പോയറ്റ് ഇസ് റെഫറിംഗ് ടു. It is in working out the puzzles that the reader derives a lot of fun from this poem. The poem highlights the frequently asked question whether what we perceive as reality is nothing but illusion. അപ്പൊ നമ്മൾ ശരിക്കും റിയാലിറ്റി എന്ന് പറയുന്ന കാര്യം ശരിക്കും റിയാലിറ്റി ആണോ അല്ലയോ എന്നൊക്കെയുള്ള കുറെ ഡൗട്ടും കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പോയത്തിലൂടെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് പോസ്റ്റ് മോഡേണിസം ലിറ്ററേച്ചർ ആൻഡ് ആർട്ട്. ജോർഗൻ ഹേബർമാസ്. ഓക്കെ, 1980 നമ്മ ഒരു ജർമ്മൻ തിയറിസ്റ്റ് ആണ് ഹേബർമാസ് എന്ന് പറയുന്നത്. അപ്പം പുള്ളിക്കാരൻ 1980 he defined modernism as എന്താണ്? As a continuation of the age of enlightenment എന്നാണ് ഹേബർമാസ് പറഞ്ഞിട്ടുള്ളത്. So with its focus on reason, and it is also a breaking away with the blind faith in tradition and the slavish obedience to religious proscriptions as a means to reform society. So നമുക്ക് മുന്നേ ഉള്ള ബ്ലൈൻഡ് വിശ്വാസങ്ങളിൽ നിന്നും ബ്ലൈൻഡ് ഫെയ്ത്തിൽ നിന്നും എല്ലാം ഉള്ള ഒരു ബ്രേക്കിംഗ് അവേ ആണ് ഏതെന്ന് പറയുന്നത്? മോഡേണിസം എന്നാണ് ആര് പറയുന്നത്? ജോർഗൻ ഹേബർമാസ് പറയുന്നത്. നമുക്ക് ലിയോട്ടാർഡ് നോക്കാം. ജീൻ ഫ്രാങ്കോയ്സ് ലിയോട്ടാർഡ്, അദ്ദേഹത്തിന് ഒരു വർക്ക് ഉണ്ട്, ഒരു എസ്സേ ഉണ്ട്, അതിന്റെ പേരാണ് വാട്ട് ഈസ് മോഡേണിസം. അത് 1982 ആ ഒരു എസ്സേ പബ്ലിഷ്ഡ് ആകുന്നത്. ആ ഒരു എസ്സേക്കകത്ത് ലിയോട്ടാർഡ് പറയുന്ന എന്താണ്? ഹേബർമാസ് പറഞ്ഞിട്ടുള്ള കാര്യത്തിന് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് ലിയോട്ടാർഡ് വാട്ട് ഈസ് മോഡേണിസം എന്ന് പറയുന്ന ഒരു എസ്സേ കമ്പൈൽ ചെയ്യുന്നത്. സോ ലിയോട്ടാർഡ് ഡിഫൈൻഡ് പോസ്റ്റ് മോഡേണിസം ആസ് incredulity towards meta-narratives, and Lyotard analyzed the notion of language in postmodern society as the end of grand narratives അല്ലെങ്കിൽ meta narratives. അതായത് ലിയോട്ടാർഡ് അനലൈസ് നമ്മുടെ പോസ്റ്റ് മോഡേൺ സൊസൈറ്റിയിലെ നോളജ് എന്ന് പറയുന്നത് മെറ്റാ നറേറ്റീവ്സിന്റെ എൻഡ് ആണ്, അല്ലെങ്കിൽ ഗ്രാൻഡ് നറേറ്റീവ്സിന്റെ എൻഡ് ആണെന്നാണ് ആര് പറഞ്ഞത്? ലിയോട്ടാർഡ് പറഞ്ഞു. സോ ലിയോട്ടാർഡ് ആണ് നമുക്ക് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ലിയോട്ടാർഡ് വാസ് വൺ ഹു ഇൻട്രൊഡ്യൂസ് ദ ടേം പോസ്റ്റ് മോഡേണിസം. ഓക്കെ, നെക്സ്റ്റ്
അഗെയിൻ നമുക്ക് ബോർഡർലാഡിൻ്റെതുണ്ട്, ഒരു ഫ്രഞ്ച് റൈറ്റർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വർക്ക് ആണ് സിമുലേഷൻസ് ആണ് കേട്ടോ. സിമുലേഷൻസ് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് ഇൻ ദി ഇയർ 1983 അദ്ദേഹത്തിന്റെ വർക്ക് ആയിട്ടുള്ള സിമുലേഷൻസ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഈ ഒരു വർക്ക് ഡീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാലിറ്റി എന്ന് പറയുന്ന സംഭവത്തിന്റെ ലോസിനെ കുറിച്ചാണ് ബോർഡർലാഡ് സിമുലേഷൻസ് എന്ന് പറയുന്ന വർക്കിനകത്ത് പറഞ്ഞത്. സോ വിച്ച് മീൻസ് ഓർ ഇറ്റ് ഡീൽസ് വിത്ത് ദി കോൺസെപ്റ്റ് ഓഫ് ദ ലോസ് ഓഫ് ദി റിയൽ. ഇറ്റ് ഡീൽസ് വിത്ത് ദി കോൺസെപ്റ്റ് ഓഫ് ദി ലോസ് ഓഫ് ദി റിയൽ. സോ ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട് ടു ഡിസ്റ്റിങ്ക്വിഷ് റിയൽ ഏതാണ്, ഇമാജിൻഡ് ഏതാണ്, റിയാലിറ്റി ഏതാണ്, ഇല്യൂഷൻ ഏതാണ്, ഇതിന് ഡെപ്ത് ഉണ്ടോ അല്ലെങ്കിൽ മീനിങ് ഉണ്ടോ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്നാണ് ബോർഡർലാഡ് അദ്ദേഹത്തിന്റെ വർക്കിലൂടെ പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ബോർഡർലാഡ് സൈൻ ഇസ് നോട്ട് നെസസറിലി ആൻ ഇൻഡെക്സ് ഓഫ് ഇന്നർ റിയാലിറ്റി. പക്ഷെ എന്താണ്, മറ്റുള്ള സയൻസിൻ്റെതാണെന്നാണ് ആര് പറയുന്നത്, ബോർഡർലാഡ് പറയുന്നത്. ഞാൻ മൂവ് ടു ദ ലാസ്റ്റ് സ്ലൈഡ്. Then the whole system becomes one simulacrum. മീൻസ് നമ്മുടെ റിയാലിറ്റി എന്നുള്ളൊരു ഡീവിയേഷൻ ആണ് ഇവിടെ കാണുന്നതെന്നാണ് ബോർഡർലാഡ് പറയുന്നത്. സോ റെപ്രസെന്റേഷൻ ഇസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ സിമുലേഷൻ. അതായത് ശരിക്കും നമുക്ക് അവിടെ റിയാലിറ്റി ഇല്ല, പകരം അതിനെ എന്തോ വെച്ച് റെപ്രസെന്റ് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ശരിക്കും കാണുന്ന റെപ്രസെന്റേഷൻ അല്ല, മിസ് റെപ്രസെന്റേഷൻ ആണ് നമ്മൾ കാണുന്നതെന്നാണ് ബോർഡർലാഡ് പറഞ്ഞത്. സോ വിച്ച് മീൻസ് ദാറ്റ് റെപ്രസെന്റേഷൻ ഇസ് നൗ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ എന്താണ്, സിമുലേഷൻ. So a sign in the earlier times presented or represent basic reality. അപ്പൊ ഇവിടെ നമുക്ക് ശരിക്കുമുള്ളത് റിയാലിറ്റി അല്ല, റിയാലിറ്റി ഡിസ്റ്റോഷൻ ആണെന്നാണ് ആര് പറയുന്നത്, ബോർഡർ. സോ സൈൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് റെപ്രസെന്റേഷൻ ഓഫ് റെപ്രസെന്റ്. അതായത് ഒരു സംഭവത്തിന് റെപ്രസെന്റേഷൻ ആണ് സൈൻ എന്നാണ് ആര് പറയുന്നത്, ബോർഡർലാഡ്. സോ ആ സൈൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് റിയാലിറ്റിയുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ ജീൻ ബോർഡർലാഡ് പറയുന്നത്. ഓക്കെ, റിയാലിറ്റി എന്ന് പറയുന്നത് റെപ്രസെന്റേഷന്റെ റെപ്രസെന്റേഷൻ, അതായത് റിയാലിറ്റിയുമായിട്ട് സൈന് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നാണ് ആര് പറയുന്നത്, ജീൻ ബോർഡർലാഡ് പറയുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. വി ഹാവ് എ ക്വിക്ക് റീക്യാപ്പ്. നമ്മൾ ഈ ഒരു യൂണിറ്റിൽ എന്താണ് ഡിസ്കസ് ചെയ്തത്, വി ഫസ്റ്റ് ഡിസ്കസ് 3 ടേംസ്, മോഡേണിസം, പോസ്റ്റ് മോഡേണിസം, പോസ്റ്റ് മോഡേണിസം നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു, മോഡേണിസം എന്താണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ മോഡേണിസത്തിനകത്ത് ഫോമിലും കണ്ടന്റിലും ഇന്നോവേഷൻസും എക്സ്പെരിമെന്റേഷനും ഉണ്ടെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ ആ 2 റീസൺസ് ഉണ്ടല്ലോ, ആ ഇതിന്റെ ഒരു മൂവ്മെന്റ് റൈസിന് നമ്മുടെ ബിലീഫ് ആ ഒരു ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു വേൾഡ് വാറിന്റെ കാര്യവും പുതിയ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ കാര്യവും പറഞ്ഞു. പിന്നെ നമ്മൾ റിലേഷൻ വിത്ത് ഗോഡിന്റെ കാര്യം ഡിസ്കസ് ചെയ്തു. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേണിസം പഠിച്ചു അല്ലെ. പിന്നെ വി ഡിസ്കസ്ഡ് മ്യൂസിക്കില്, പെയിന്റിങ്ങിൽ എങ്ങനെയാണെന്ന് പഠിച്ചു മോഡേണിസം, മ്യൂസിക്കിൽ എങ്ങനെയാണെന്ന് പഠിച്ചു, ആർക്കിടെക്ചറിൽ എങ്ങനെയാണെന്ന് പഠിച്ചു, ലിറ്ററേച്ചർ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ആ ഒരു 4 ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു റൈറ്റിംഗ്സിന്റെ. പിന്നെ വി ഡിസ്കസ്ഡ് അബൌട്ട് പോസ്റ്റ് മോഡേണിസം, ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് പോസ്റ്റ് മോഡേൺ ക്രിറ്റിസിസം കുറിച്ച് പഠിച്ചു. പിന്നെ വീണ്ടും അഗൈൻ നമ്മൾ പോസ്റ്റ് മോഡേണിസം പഠിച്ചു. പിന്നെ നമ്മൾ ആ ഒരു പോയത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞു. പിന്നെ ക്രിറ്റിക്സ് ഹേബർമാസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ലിയോട്ടാർഡിനെ പറഞ്ഞു, ആൻഡ് ഫൈനലി ബോർഡർലാഡ്. Okay, with this, we come to an end of your first unit of the first block. Okay, thank you.